നടനും ബിഗ് ബോസ് താരവുമായ ഷിയാസ് കരീം സ്ഥിരം വിവാദ നായകനാണ്. ലൈംഗിക ആരോപണങ്ങൾ, സാമ്പത്തിക തട്ടിപ്പ്, ഗുണ്ടാബന്ധം ഉൾപ്പെടെ പല ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടുള്ള ആളാണ് ഷിയാസ്. പിന്നീട് വിവാഹമൊക്കെ കഴിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഇയാൾ നല്ല നടപ്പായിരുന്നുവെന്നാണ് കേട്ടറിവ്. അതിനിടെ ഷിയാസ് കരീമിനെതിരെ പുതിയൊരു പരാതി. ലൈംഗിക ചൂഷണവും സാമ്പത്തിക തട്ടിപ്പും ആരോപിച്ച് കൊച്ചി സ്വദേശിനിയായ യുവതിയാണ് പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയത്. പലതവണ ലൈംഗിക ചൂഷണം നടത്തിയെന്നും പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ നഗ്നദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പരാതി. എന്നാൽ താനാണ് സാമ്പത്തിക തട്ടിപ്പിന് ഇരയായതെന്നും തൻ്റെ പരാതിയിൽ യുവതിക്കെതിരെ അന്വേഷണം നടക്കുകയാണെന്നും ഷിയാസ് കരീം ന്യൂസ് 18 പറഞ്ഞു. ഷിയാസ് കരീമിനെതിരെ ഇന്ന് രാവിലെയാണ് യുവതി പരാതി നൽകിയത്. 2023 ജൂണിലാണ് ഷിയാസ് കരീമിനെ സോഷ്യൽ മീഡിയ വഴി യുവതി പരിചയപ്പെടുന്നത്. പരിചയം സൗഹൃദമായി. 2024 ഷിയാസിനൊപ്പം ലിവിംഗ് റിലേഷനായി. ആദ്യഘട്ടത്തിൽ പലപ്പോഴായി 10 ലക്ഷം രൂപ ഷിയാസ് തന്റെ പക്കൽ നിന്നും വാങ്ങിച്ചു. തന്റെ കുടുംബ സ്വത്ത് വിറ്റ കാര്യം അറിഞ്ഞതോടെ ജിം തുടങ്ങാനെന്ന പേരിൽ 22 ലക്ഷം രൂപ പിന്നെയും വാങ്ങി. ജിം തുടങ്ങിയാൽ അതിൽ പങ്കാളിയാക്കാമെന്ന് വാഗ്ദാനം നൽകി. തന്നെ ആജീവനാന്തം ഒപ്പം നിർത്താമെന്നും പറഞ്ഞു. അതിനിടെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് തന്റെ ഗർഭപാത്രം നീക്കിയപ്പോൾ ഷിയാസ് തനിക്ക് മറ്റൊരു വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. അതിനിടയിലും ലൈംഗിക ചൂഷണം തുടർന്നു. വിവാഹത്തിനായി വസ്ത്രങ്ങൾ വാങ്ങുവാനും വിവാഹ സൽക്കാരം നടത്തുവാനുമെല്ലാം തന്റെ കയ്യിൽ നിന്നും ഷിയാസ് പണം വാങ്ങി. വിവാഹശേഷവും താനുമായി ഷിയാസ് അടുപ്പം തുടർന്നുവെന്നും ലൈംഗിക ചൂഷണം നടത്തിയെന്നും യുവതി പറയുന്നു. കൊച്ചിയിലും കോഴിക്കോടും പല ഹോട്ടലുകളിലും താൻ ലൈംഗിക ചൂഷണത്തിനിരയായി. താൻ എതിർത്തതോടെ സുഹൃത്തുമായി തന്റെ കോഴിക്കോടുള്ള ഫ്ളാറ്റിൽ അതിക്രമിച്ചു കയറി സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി. ഇതടക്കം ഷിയാസിനോടൊപ്പമുള്ള നഗ്നചിത്രങ്ങളും പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ആകെ 49 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് യുവതി പറയുന്നത്. എന്നാൽ ഷിയാസ് ആരോപണം നിഷേധിച്ചു. തന്റെ പക്കൽ നിന്നാണ് യുവതി പലതവണ പണം വാങ്ങിയതെന്നും അത് തിരികെ ചോദിച്ചപ്പോൾ കേസിൽ കുടുക്കിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നും ഷിയാസ് കരീം. യുവതിക്കെതിരെ പെരുമ്പാവൂർ പോലീസിന് നൽകിയ പരാതിയിൽ അന്വേഷണം തുടരുകയാണ്. നമ്മുടെ ഫാമിലിയുടെ എന്റെ ഉമ്മയുടെ അടുപ്പവും എന്റെ കല്യാണത്തിൽ വരികയും ഫുഡ് കഴിക്കുകയും എന്റെ ഭാര്യയായിട്ട് ഭയങ്കര അടുപ്പമൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്റെ ഭാര്യയും ഉമ്മയുടെ കുറച്ച് സ്വർണ്ണം ഒരു വാങ്ങിച്ചിരുന്നത്. ഞാനപ്പോ അത് ചോദിച്ചപ്പോ ഇതൊക്കെ പിന്നെ അവരുടെ ചെറിയ ഇതായപ്പോ ചോദിച്ചത് അവർ സോഷ്യൽ മീഡിയ ഫുൾ എന്നെ പറ്റി പോസ്റ്റ് ഇടുകയായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ എതിരെ കൊണ്ടുപോയി ഇവിടെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തായിരുന്നു എന്റെ പെരുമ്പാവൂർ സ്റ്റേഷനിൽ. ആ കംപ്ലൈന്റ് കൊടുത്ത് അതിന്റെ കോടതിയിലെ കേസ് വന്ന ശേഷം ആ കേസ് ഇവർക്ക് എതിരെ നോട്ടീസ് വന്ന ശേഷം ഇവർ എന്റെ പേര് കൊണ്ട് പീഡിപ്പിച്ചു എന്ന് പരാതി കൊടുത്തു. ഞാൻ ഞെട്ടിപ്പോയത്. പീഡനം എന്നൊക്കെ പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റിയൊരു സംഭവം. ഷിയാസ് കരീമിനെതിരെ നേരത്തെയും ലൈംഗിക ചൂഷണ പരാതി ഉയർന്നിരുന്നു. പരാതി പരിശോധിച്ച ശേഷം നടപടിയെടുക്കാമെന്നാണ് പാലാരിവട്ടം പോലീസ് പറയുന്നത്. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.